സ്വാഭാവികമായിട്ടും കുറേ വർഷങ്ങളായി ആഗ്രഹമാണ് ആവശ്യമാണ് ഒരു ബദൽ പാത വേണമെന്നുള്ളത്. അങ്ങനെയാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണം ആരംഭിക്കുന്നത്. അപ്പോൾ ഈ പാതയുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു വിവരം കൂടി പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കാനുള്ളത്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികളിലൊന്നായ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണം നിർണായക ഘട്ടത്തിലേക്കാണ്. ആനക്കാംപൊയിൽ ഭാഗത്ത് പാറ തുരക്കലിനായുള്ള ആദ്യ ബ്ലാസ്റ്റ് സ്വിച്ച് ഓൺ ഇന്ന് നടക്കും. മറിപ്പുഴയിൽ നടക്കുന്ന പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി വനം വകുപ്പുകളുടെ അനുമതികൾ ഉൾപ്പെടെ ഒട്ടേറെ കടമ്പകൾ വേഗത്തിൽ പൂർത്തിയാക്കിയാണ് നിർമ്മാണ ഘട്ടത്തിലേക്ക് കടക്കുന്നത്. കിഫ്ബിയിൽ നിന്നുള്ള 2143 കോടി രൂപ വകയിരുത്തിയാണ് 8.735 കിലോമീറ്റർ ദൈർഘ്യമുള്ള 4 വരി തുരങ്കപാത യാഥാർത്ഥ്യമാക്കുന്നത്. അപ്പോൾ വയനാട് കള്ളാടി മേപ്പാടി തുരങ്കപാതയുമായി ബന്ധപ്പെട്ട വലിയ പ്രതീക്ഷകളാണ്. ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനം അതിന്റെ നിർമ്മാണത്തിലൊരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ബ്ലാസ്റ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം, അതായത് ഈ തുരങ്കപാത സ്വാഭാവികമായിട്ടും ഈ പാറ പൊട്ടിച്ചുകൊണ്ടാണ് വലിയ തരത്തിലുള്ള സങ്കീർണമായ ഒരു നിർമ്മാണം. അതിനപ്പുറത്തേക്ക് കുറേ സങ്കീർണമായ പരിസ്ഥിതി നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ അനുമതിയൊക്കെ നേടി കടന്നുകൊണ്ടുകൂടിയാണ് ഈ നിർണായക ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നത് എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ അതിന്റെ ഒരു സ്വിച്ച് ഓൺ കർമ്മമാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി നിർവഹിക്കുന്നത്. ഒരുപാട് വകുപ്പുകളുടെയൊക്കെ അനുമതി കൂടി ലഭിച്ച ശേഷമാണ് ഇന്നിപ്പോൾ മറിപ്പുഴയിലാണ് ഈ പരിപാടി നടക്കുന്നത്. അപ്പോൾ ആദ്യം ബ്ലാസ്റ്റ് സ്വിച്ച് ഓൺ എന്നാണ് പറയുന്നത്. അതായത് ഈ തുരങ്കപാതയിൽ പാറ പൊട്ടിച്ചുകൊണ്ടാണ് ഈ തുരങ്കപാത കടന്നു പോകേണ്ടത്. അപ്പോൾ അതിനുള്ള ഒരു നിർമ്മാണത്തിലെ ഒരു പ്രധാന ഘട്ടത്തിലേക്ക് കൂടി കടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പാത യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ അപ്പോൾ വയനാട് ചുരം വഴിയല്ലാതെ മറ്റൊരു ബദൽ പാത എന്ന ഏറെ വർഷങ്ങളായുള്ള ഒരു ആവശ്യം കൂടിയാണ് യാഥാർത്ഥ്യമാകുന്നത്. അതിലേക്ക് ഇനിയും കടമ്പകളുണ്ട്. പക്ഷേ നിർമ്മാണത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം എന്നുള്ള രീതിയിൽ ഇത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഈ പാതകളുടെ നിർമ്മാണത്തിലെ ഈ പ്രധാന ഘട്ടത്തിൽ എന്തൊക്കെ വിവരങ്ങൾ അവിടെ നിന്ന് നൽകാനുണ്ട്, അപ്പോൾ എത്രയും പെട്ടെന്ന് എത്ര വേഗത്തിലാണ് ഈ പാത യാഥാർത്ഥ്യമാകുന്നത് തുടങ്ങിയ വിവരങ്ങളിലേക്കൊക്കെയാണ് നമുക്കിനി പോകേണ്ടത്. അപ്പോൾ നമുക്ക് മറിപ്പുഴയിലേക്ക് പോകാം. അവിടെ സമീർ സി മുഹമ്മദ് വിവരങ്ങൾ നൽകും. സമീർ, ഇന്നിപ്പോൾ ഏറ്റവും നിർണായക ഘട്ടത്തിലെ ഒരു നിർമ്മാണത്തിലെ ഏറ്റവും നിർണായക ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. ഒരു പാറ പൊട്ടിക്കുന്നത്, ഒരു ബ്ലാസ്റ്റ് സ്വിച്ച് ഓൺ കർമ്മം ഇന്നിപ്പോൾ മുഖ്യമന്ത്രി നിർവഹിക്കും. നമുക്കറിയാം ഒട്ടേറെ സങ്കീർണതകൾ ഉണ്ടായിരുന്നു, പരിസ്ഥിതി വിഷയങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് വളരെ ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൂടി ഒരു സ്വപ്ന സാഫല്യത്തിന്റെ ആദ്യപടിയായി തന്നെ കാണേണ്ടതുണ്ട്. ഇന്ന് മറിപ്പുഴയിൽ എന്തൊക്കെ ചടങ്ങുകൾ നടക്കും? തീർച്ചയായും വനംവകുപ്പിന്റെയും അതുപോലെ തന്നെ പരിസ്ഥിതി വകുപ്പിന്റെയും ഒക്കെ നിരവധിയായിട്ടുള്ള കടമ്പകളുണ്ടായിരുന്നു. അതെല്ലാം തന്നെ മറികടന്നുകൊണ്ടാണ് ഇന്ന് ഇപ്പോൾ കേരളത്തിന്റെ സ്വപ്ന പദ്ധതികളിൽ ഒന്നായിട്ടുള്ള വയനാട് കോഴിക്കോട് ഇരട്ട തുരങ്കപാതയുടെ നിർമ്മാണ പദ്ധതിയിലേക്ക് കടക്കുന്നത്. അതിന്റെ സ്ഫോടനം, അതായത് പാറ തുരക്കുന്ന പ്രവൃത്തികൾക്കാണ് ഇന്ന് തുടക്കമാവുന്നത്. 11 മണിയോടുകൂടിയാണ് മറിപ്പുഴയിൽ ഇതിന്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കുക. ഫസ്റ്റ് ബ്ലാസ്റ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതുപോലെ തന്നെ സംസ്ഥാനത്തെ പ്രമുഖരായിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇവിടെ എത്തുന്നുണ്ട്. മന്ത്രിമാരും MLA മാരും ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളും എത്തുന്നുണ്ട്. വളരെ വിപുലമായിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകളൊക്കെ ഈ ഭാഗങ്ങളിലെല്ലാം നമുക്ക് കാണാനാവുന്നു. ആനക്കാംപൊയിൽ ഭാഗത്തൊക്കെ തന്നെ നമുക്ക് കാണാനാവുന്നുണ്ട്. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയാണ് അതിന്റെ ആദ്യ ബ്ലാസ്റ്റിംഗ് ആണ് ഇന്ന് മുഖ്യമന്ത്രി നിർവഹിക്കുന്നത്. വളരെയേറെ സാധ്യതകളുള്ള ഒരു പദ്ധതിയാണിത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചുരം കയറാതെ വയനാട്ടിലേക്ക് എത്താം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാലങ്ങളായിട്ടുള്ള ഒരു വലിയ ഒരു സ്വപ്ന പദ്ധതിയാണ് യാഥാർത്ഥ്യമാകുന്നത്. മാത്രമല്ല അത് ഒരു 2 ജില്ലകളെ മാത്രമല്ല ബന്ധിപ്പിക്കുന്നത്, തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാന അംഗങ്ങളുമായിട്ടും ആ ഒരു ബന്ധം ഊട്ടിയുറപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഒരു വ്യാവസായിക ഇടനാഴിയായി ഇത് മാറും എന്നതിൽ സംശയമില്ല. വിദ്യാഭ്യാസ മേഖല, അതുപോലെ തന്നെ ആരോഗ്യ മേഖല, ഒപ്പം തന്നെ ടൂറിസം മേഖല, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധമായിട്ടുള്ള മേഖലകൾ, കാർഷിക മേഖലയ്ക്ക് കൂടി കരുത്ത് പകരുന്നതാണ് ഈ ഇരട്ട തുരങ്കപാത. അതുകൊണ്ട് തന്നെ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു പദ്ധതിയാണ്. കിഫ്ബിയുടെ 2134 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. കൊങ്കൺ റെയിൽവേക്കാണ് അതിന്റെ നിർമ്മാണ ചുമതല. അതുപോലെ തന്നെ അതിന്റെ മേൽനോട്ടവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പൊതുമരാമത്ത് വകുപ്പിന്റെ കൂടി മേൽനോട്ടത്തിലായിരിക്കും ഈ പദ്ധതി യാഥാർത്ഥ്യമാവുക. ഇങ്ങനെ ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടുകൂടെ കാലങ്ങളായിട്ടുള്ള ഈ ഗതാഗത കുരുക്കിന് ശാശ്വതമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു പരിഹാരമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് എത്താൻ അതിന്റെ ആ സമയത്തിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എത്താൻ കഴിയും. മാത്രമല്ല അതിൻ്റെ വളരെ കുറഞ്ഞ സമയം മതി, അതുപോലെ തന്നെ കുറഞ്ഞ കിലോമീറ്ററുകൾ സഞ്ചരിച്ചാൽ മതി എന്നുള്ള ആ ഒരു കാര്യം കൂടിയുണ്ട്. ഏതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഇരട്ട തുരങ്കപാതയ്ക്കാണ് ഇന്ന് മുഖ്യമന്ത്രി അതിൻ്റെ നിർമ്മാണോദ്ഘാടനം നടത്തുന്നത്. അതിൻ്റെ ബ്ലാസ്റ്റിംഗ് 11 മണിയോടുകൂടി തന്നെ മുഖ്യമന്ത്രി സ്വിച്ച് ഓൺ കർമ്മം ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ആനക്കാംപൊയിലിൽ സജ്ജീവമായിരിക്കുന്നു.
MLA-മാരും അതുപോലെ തന്നെ മന്ത്രിമാരും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ടവരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുമുണ്ട്. മുഖ്യമന്ത്രി 11 മണിയോടുകൂടിയായിരിക്കും ഇതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുക. ഏതായാലും വലിയ ഒരു സന്തോഷത്തിലാണ് മലയോര മേഖലയിലുള്ള ആളുകളെല്ലാം തന്നെ. പ്രധാനമായും ഇവിടുന്ന് വയനാട്ടിലേക്ക് എത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായ ദൗത്യമാണ്. മാത്രമല്ല അവിടെയുള്ള വയനാട്ടിൽ നിന്നൊക്കെ ആരോഗ്യ പ്രശ്നമുള്ളവരെയൊക്കെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുമ്പോൾ ചുരം ഇറങ്ങി വരുന്നതിനിടെ നിരവധിയായിട്ടുള്ള ആളുകൾ മരിച്ച സംഭവങ്ങൾ ഉൾപ്പെടെയുണ്ട്. അത്തരമൊക്കെ ഉള്ള വിഷയങ്ങൾ നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായും ഈ ഒരു ഗതാഗത പ്രശ്നത്തിന് ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്നുള്ളത് വലിയ ഒരു സ്വപ്നമായിക്കൊണ്ട് അത് മാറുകയാണ്. ആ സ്വപ്നം യാഥാർത്ഥ്യമാവുന്നു എന്നുള്ളത് തന്നെയാണ് ഏറെ സന്തോഷകരമായ കാര്യം. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. വൈകാതെ തന്നെ മറുപുഴയിലുള്ള ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും.